രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടും അസ്ഥി നുറുങ്ങുന്ന വേദന സഹിച്ച് അധ്വാനിച്ചിട്ടും നിങ്ങളുടെ കയ്യിൽ അല്പം പോലും പണം നിൽക്കുന്നില്ലേ? എത്ര വലിയ ശമ്പളം കിട്ടിയാലും മാസാന്ത്യമാകുമ്പോഴേക്കും കടം വാങ്ങേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരാറുണ്ടോ? ചിലർ എത്ര കുറച്ച് പണിയെടുത്താലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിൽ കുറവില്ല, നമ്മുടെ ആത്മാർത്ഥതയിൽ കുറവില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ദാരിദ്ര്യം നമ്മെ വിട്ടുമാറാത്തത്? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു തവണയെങ്കിലും കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഊർജ്ജത്തിന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ വലിയൊരു പങ്കുണ്ട്. വാസ്തുശാസ്ത്രം എന്നത് വെറുമൊരു അന്ധവിശ്വാസമല്ല. അത് പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയും മനുഷ്യനും തമ്മിലുള്ള ഒരു ശാസ്ത്രീയമായ ബന്ധമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട് എന്നത് ആ ഊർജ്ജത്തെ സ്വീകരിക്കുന്ന ഒരു പാത്രമാണ്. ആ പാത്രത്തിൽ ദ്വാരങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിലോ നമ്മൾ എത്ര വലിയ സമ്പത്ത് അതിലേക്ക് നിറക്കാൻ ശ്രമിച്ചാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സമാധാനവും പോസിറ്റീവ് എനർജിയും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ മറ്റു ചില വീടുകളിൽ കയറുമ്പോൾ മനസ്സിൽ ഒരു ഭാരവും വല്ലാത്തൊരു അസ്വസ്ഥതയും തോന്നും. ഇതിന് കാരണം അവിടെ തങ്ങി നിൽക്കുന്ന ഊർജ്ജത്തിന്റെ വ്യത്യാസമാണ്. നമ്മുടെ വീടിന്റെ ഘടന, സാധനങ്ങൾ വെച്ചിരിക്കുന്ന ദിശ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പിന്തുടരുന്ന ചില ശീലങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ചുറ്റും എപ്പോഴും നെഗറ്റീവ് ഊർജ്ജം തങ്ങി നിൽക്കുന്നുണ്ടാകും. ആ ഊർജ്ജത്തെ മാറ്റി പോസിറ്റീവാക്കി മാറ്റുക എന്നതാണ് വാസ്തുശാസ്ത്രം ചെയ്യുന്നത്. പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടതെല്ലാം കൊണ്ടുതരും. അതാണ് പ്രപഞ്ച നിയമം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണക്കാരനെ, ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന ഒരുവനെ കോടീശ്വരനാക്കാൻ സഹായിക്കുന്ന 5 അത്ഭുതകരമായ വാസ്തുരഹസ്യങ്ങളെക്കുറിച്ചാണ്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിന് മുൻപായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ലൈക്ക് ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വലിയൊരു പ്രചോദനമാണ്. ഇനി നമുക്ക് ആ 5 രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഒന്നാമത്തെ രഹസ്യം: വടക്ക് കിഴക്കേ മൂലയുടെ അതീവ പ്രാധാന്യം. വാസ്തുശാസ്ത്രപ്രകാരം ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വടക്ക് കിഴക്കേ മൂല. ഇതിനെ ഈശാനകോൺ എന്നും വിളിക്കുന്നു. പ്രപഞ്ചത്തിലെ സകല പോസിറ്റീവ് ഊർജ്ജവും നമ്മുടെ വീട്ടിലേക്ക് കടന്നുവരുന്നത് ഈ ദിക്കിലൂടെയാണ്. കാന്തിക ഊർജ്ജം വടക്കുനിന്നും തെക്കോട്ട് സഞ്ചരിക്കുന്നുവെന്ന ശാസ്ത്രീയ സത്യം നമുക്കറിയാം. അതുപോലെ തന്നെ സമ്പത്തിന്റെ ദേവനായ കുബേരന്റെ ദിക്കും വടക്കാണ്. അതിനാൽ വടക്ക്, വടക്ക്, കിഴക്ക് ദിശകൾ എപ്പോഴും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മിക്ക വീടുകളിലും കാണുന്ന ഒരു വലിയ തെറ്റാണ് വടക്ക് കിഴക്കേ മൂലയിൽ പഴയ സാധനങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ, ചൂല്, ചവറ്റുകുട്ട എന്നിവ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കുന്ന വലിയ സമ്പത്തിനെ നിങ്ങൾ തന്നെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം എപ്പോഴും ഭാരമില്ലാതെയും വളരെ വൃത്തിയായും ഇരിക്കണം. വടക്ക് കിഴക്കേ മൂലയിൽ ഭാരമേറിയ അലമാരകളോ ഫർണിച്ചറുകളോ വെക്കാൻ പാടില്ല. ഇവിടെ എപ്പോഴും നല്ല വെളിച്ചവും വായുസഞ്ചാരവും ഉണ്ടായിരിക്കണം. സമ്പത്തിനെ ആകർഷിക്കാൻ ഈ ഭാഗത്ത് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു കാര്യം അവിടെ ജലസാന്നിധ്യം ഉറപ്പാക്കുക എന്നതാണ്. ഒരു ചെറിയ പാത്രത്തിൽ ശുദ്ധമായ വെള്ളം നിറച്ച് അതിൽ കുറച്ച് പൂക്കൾ ഇട്ടുവെക്കുന്നത് വീട്ടിലേക്ക് പണത്തെ ആകർഷിക്കാൻ വളരെ നല്ലതാണ്. ഈ വെള്ളം ദിവസവും മാറ്റാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെറിയ വാട്ടർ ഫൗണ്ടനുകൾ, വെള്ളം ഒഴുകുന്ന രൂപങ്ങൾ വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നത് അതിവിശേഷമാണ്. ഒഴുകുന്ന വെള്ളം എന്നത് ഒഴുകിവരുന്ന സമ്പത്തിന്റെ പ്രതീകമാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങുന്നതിന്റെ ആദ്യപടി ഈ ദിക്കിലെ മാറ്റങ്ങളിലൂടെയാണ് തുടങ്ങേണ്ടത്. ഈ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ മാറുകയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ബുദ്ധി തെളിയുകയും ചെയ്യും. രണ്ടാമത്തെ രഹസ്യം: പ്രധാന വാതിലും അതിലൂടെ ഒഴുകിയെത്തുന്ന ഭാഗ്യവും. മനുഷ്യ ശരീരത്തിൽ വായയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമാണ് ഒരു വീടിന്റെ പ്രധാന വാതിലിനുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ശ്വസിക്കുന്നതും വായയിലൂടെയാണ്. അതുപോലെ വീടിനുള്ളിലേക്ക് നല്ല ഊർജ്ജവും ഭാഗ്യവും സമ്പത്തും കടന്നുവരുന്നത് പ്രധാന വാതിലിലൂടെയാണ്. സിംഹദ്വാരം എന്നാണ് ഇതിനെ വാസ്തുവിൽ വിശേഷിപ്പിക്കുന്നത്. അതിനാൽ പ്രധാന വാതിൽ എപ്പോഴും വളരെ ആകർഷകവും കേടുപാടുകളില്ലാത്തതുമായിരിക്കണം. പ്രധാന വാതിൽ തുറക്കുമ്പോഴും അടക്കുമ്പോഴും യാതൊരുവിധ ശബ്ദവും ഉണ്ടാകാൻ പാടില്ല. കിരുകിരു ശബ്ദമുണ്ടാക്കുന്ന വാതിലുകൾ വീട്ടിൽ എപ്പോഴും സാമ്പത്തിക തകർച്ചയും കുടുംബവഴക്കുകളും കൊണ്ടുവരും. വാതിലിന്റെ വിജാഗിരികളിൽ എണ്ണയോ മറ്റോ ഒഴിച്ച് ആ ശബ്ദമില്ലാതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാന വാതിലിന് മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ചിലർ പ്രധാന വാതിലിന് നേരെ മുന്നിലായി വലിയ ചെടിച്ചട്ടികളോ തൂണുകളോ ഷൂറാക്കുകളോ വയ്ക്കാറുണ്ട്. ഇത് വീട്ടിലേക്ക് വരുന്ന ലക്ഷ്മീദേവിയെ തടയുന്നതിന് തുല്യമാണ്.
ചെരുപ്പുകൾ അഴിച്ചുവെക്കേണ്ടത് ഒരിക്കലും പ്രധാന വാതിലിന്റെ പടിയിലോ അതിനു നേരെ മുന്നിലോ ആകരുത്. അത് വാതിലിന്റെ ഒരു വശത്തേക്ക് മാറ്റി വൃത്തിയായി അടുക്കിവെക്കണം. വീടിന്റെ പ്രധാന വാതിൽ എപ്പോഴും മറ്റു വാതിലുകളേക്കാൾ അല്പം വലുതായിരിക്കുന്നതാണ് ഉത്തമം. വൈകുന്നേരം സന്ധ്യാസമയത്ത് പ്രധാന വാതിൽ തുറന്നിടുകയും അവിടെ നല്ല പ്രകാശം നൽകുകയും വേണം. ഇരുട്ടു നിറഞ്ഞ മുൻവാതിൽ ദാരിദ്ര്യത്തെയാണ് ക്ഷണിച്ചുവരുത്തുന്നത്. ദിവസവും രാവിലെ എഴുന്നേറ്റാൽ പ്രധാന വാതിലിനു മുൻവശം അടിച്ചുവാരി വൃത്തിയാക്കി വെള്ളം തളിച്ച് ശുദ്ധമാക്കുന്നത് വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയുടെ രഹസ്യങ്ങളിൽ ഒന്നാണ്. വാതിലിന്റെ പടിയിൽ മഞ്ഞളും കുങ്കുമവും തൊടുന്നത് നെഗറ്റീവ് എനർജിയെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. മൂന്നാമത്തെ രഹസ്യം, അഗ്നികോണും അടുക്കളയിലെ സമ്പത്തും. ഒരു വീടിന്റെ സാമ്പത്തിക ഭദ്രതയും അവിടെ താമസിക്കുന്നവരുടെ ആരോഗ്യവും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ വീടിന്റെ അടുക്കളയുമായാണ്. വാസ്തുശാസ്ത്രപ്രകാരം വീടിന്റെ തെക്ക് കിഴക്കേ മൂലയാണ് അഗ്നികോൺ എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് അടുക്കള വരേണ്ടത്. അഗ്നി എന്നത് സമ്പത്തിന്റെ ഒരു രൂപമാണ്. കയ്യിൽ പണം വന്ന് മറിയുക എന്ന് നാം പറയാറില്ലേ? ആ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് അഗ്നിയുടെ ഈ ദിക്കാണ്. അടുക്കള എപ്പോഴും വളരെ വൃത്തിയായി സൂക്ഷിക്കണം. രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ സിങ്കിലിട്ടിട്ട് കിടന്നുറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റുക. ഇത് കടുത്ത സാമ്പത്തിക നഷ്ടങ്ങൾക്കും വരുമാനത്തിൽ പെട്ടെന്നുള്ള ഇടിവിനും കാരണമാകും. അഴുക്കുപുരണ്ട പാത്രങ്ങൾ നെഗറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും അത് വീടാകെ പടരുകയും ചെയ്യും. അതുപോലെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗ വെക്കേണ്ടത് തെക്ക് കിഴക്ക് ദിശയിലാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന വ്യക്തി കിഴക്ക് ദിക്കിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കണം സ്റ്റൗ സജ്ജീകരിക്കേണ്ടത്. ഇത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും ആ ഭക്ഷണം കഴിക്കുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. അഗ്നിയും ജലവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അതിനാൽ ഗ്യാസ് സ്റ്റൗവും സിങ്കും അടുത്തടുത്ത് വരുന്നത് വാസ്തുവിൽ വലിയ ദോഷമാണ്. ഇവ തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അടുക്കളയിൽ ചോർന്നൊലിക്കുന്ന പൈപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നന്നാക്കണം. വെള്ളം തുള്ളിയായി വീണ് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം പതുക്കെ ചോർന്നുപോകുന്നതിന് തുല്യമാണ്. അതുപോലെ അടുക്കളയിൽ ധാന്യങ്ങളും ഉപ്പും എപ്പോഴും നിറഞ്ഞു നിൽക്കണം. അരിപ്പാത്രവും ഉപ്പുപാത്രവും പൂർണ്ണമായും കാലിയാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇത് അന്നപൂർണേശ്വരിയുടെ കോപത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. നാലാമത്തെ രഹസ്യം, പണം വയ്ക്കുന്ന ഇടവും സാമ്പത്തിക വളർച്ചയും. പണം സമ്പാദിക്കുന്നത് എത്രത്തോളം പ്രധാനമാണോ അതിനേക്കാൾ പ്രധാനമാണ് ആ പണം എങ്ങനെ എവിടെ സൂക്ഷിക്കുന്നു എന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം വീടിന്റെ ഏത് ഭാഗത്താണ് വയ്ക്കുന്നത് എന്നത് ആ പണം ഇരട്ടിക്കുമോ അതോ ചിലവായി പോകുമോ എന്ന് തീരുമാനിക്കുന്നു. വാസ്തുപ്രകാരം പണമോ സ്വർണമോ വിലപിടിപ്പുള്ള രേഖകളോ സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. ഇതിനെ നിര്യതി കോൺ എന്ന് വിളിക്കുന്നു. ഈ ഭാഗം ഭൂമിതത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഭൂമി എപ്പോഴും ഭാരമുള്ളതും സ്ഥിരതയുള്ളതുമാണ്. അതിനാൽ ഈ ഭാഗത്ത് പണം സൂക്ഷിച്ചാൽ അതിന് സ്ഥിരതയുണ്ടാകുകയും അത് പെട്ടെന്ന് ചിലവായി പോകാതിരിക്കുകയും ചെയ്യും. ഭാരമുള്ള അലമാരകൾ ഈ ദിക്കിൽ വയ്ക്കാം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അലമാരയുടെ അല്ലെങ്കിൽ പണം വയ്ക്കുന്ന സേഫിന്റെ വാതിൽ തുറക്കുന്നത് വടക്ക് ദിക്കിലേക്കായിരിക്കണം എന്നതാണ്. കാരണം വടക്ക് ദിക്കാണ് സമ്പത്തിന്റെ ദേവനായ കുബേരന്റെ സ്ഥാനം. വടക്കോട്ട് തുറക്കുന്ന അലമാരയിലേക്ക് കുബേരന്റെ ദൃഷ്ടി പതിയുകയും അത് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. പണം വെക്കുന്ന അലമാര ഒരിക്കലും ശൂന്യമായി വെക്കാൻ പാടില്ല. അതിൽ പണമില്ലാത്ത അവസ്ഥ വന്നാലും ഒരു ചെറിയ ചുവന്ന തുണിയിലോ മഞ്ഞ തുണിയിലോ കുറച്ച് നാണയങ്ങൾ കെട്ടി അതിൽ സൂക്ഷിക്കണം. പണം വെക്കുന്ന ഇടം ഇരുണ്ടതോ പൊടിപിടിച്ചതോ ആകാൻ പാടില്ല. അവിടെ എപ്പോഴും ഒരു ചെറിയ വെളിച്ചമുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ലോക്കറിന് മുന്നിലായി ഒരു ചെറിയ കണ്ണാടി വെക്കുന്നത് പണം ഇരട്ടിക്കുന്നതായി പ്രതിഫലിപ്പിക്കാനും അതുവഴി കൂടുതൽ പണത്തെ ആകർഷിക്കാനും സഹായിക്കുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ഒരിക്കലും തെക്ക് ദിക്കിലേക്കോ പടിഞ്ഞാറ് ദിക്കിലേക്കോ വാതിൽ തുറക്കുന്ന രീതിയിൽ പണം വയ്ക്കുന്ന അലമാര സ്ഥാപിക്കരുത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകും. അഞ്ചാമത്തെ രഹസ്യം, ബ്രഹ്മസ്ഥാനവും തടസ്സമില്ലാത്ത ഊർജപ്രവാഹവും. വീടിന്റെ കൃത്യം മധ്യഭാഗത്തെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഒരു വീടിന്റെ ഹൃദയം അല്ലെങ്കിൽ ശ്വാസകോശം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പണ്ടത്തെ നാലുകെട്ട് വീടുകളിൽ നടുമുറ്റം എന്നൊരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് വീടിന്റെ മധ്യഭാഗം ആകാശത്തേക്ക് തുറന്നിരിക്കുന്ന രീതിയിലായിരുന്നു. ഇന്ന് നമുക്ക് അത്തരം വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വീടിന്റെ മധ്യഭാഗം എപ്പോഴും ഒഴിഞ്ഞുകിടക്കണം എന്ന വാസ്തുനിയമം നാം പാലിക്കണം. ബ്രഹ്മസ്ഥാനത്ത് വലിയ ഭാരമുള്ള തൂണുകളോ കോണിപ്പടികളോ സ്റ്റെയർ കേസ് ഭാരമേറിയ ഫർണിച്ചറുകളോ വരുന്നത് വീട്ടിലെ അംഗങ്ങളുടെ പുരോഗതിയെ പൂർണ്ണമായും തടഞ്ഞു നിർത്തും. ദാരിദ്ര്യം ഒരിക്കലും മാറാത്ത വീടുകൾ പരിശോധിച്ചാൽ അവരുടെ വീടിന്റെ മധ്യഭാഗത്ത് വലിയ ഭാരങ്ങൾ കയറ്റിവെച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. വീടിന്റെ ഈ മധ്യഭാഗം എപ്പോഴും വളരെ വൃത്തിയായും ആളുകൾക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന രീതിയിലും ഒഴിഞ്ഞുകിടക്കേണ്ടതുണ്ട്. ഇവിടെ എപ്പോഴും നല്ല വെളിച്ചമുണ്ടായിരിക്കണം. ഇരുട്ടുനിറഞ്ഞ ബ്രഹ്മസ്ഥാനം ദുരിതങ്ങളെ ക്ഷണിച്ചു വരുത്തും.
ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് വീട്ടിലെ കേടായ വസ്തുക്കൾ ഒഴിവാക്കുക എന്നത്. പൊട്ടിയ കണ്ണാടികൾ, ഓടാത്ത ക്ലോക്കുകൾ, കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് എനർജിയുടെ വലിയൊരു ഉറവിടമാണ്. ഓടാത്ത ക്ലോക്ക് നിങ്ങളുടെ സമയവും ഭാഗ്യവും അവിടെ നിശ്ചലമായി നിൽക്കുന്നതിന്റെ സൂചനയാണ്. അതുപോലെ വീടിന്റെ ഭിത്തികളിൽ വിള്ളലുകളുണ്ടെങ്കിൽ അത് ഉടനടി നന്നാക്കണം. ചിലന്തി വലകൾ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് സാമ്പത്തികമായ തടസ്സങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വീട് എപ്പോഴും വൃത്തിയായി അടിച്ചുവാരി തറ തുടച്ച് സൂക്ഷിക്കുക. തറ തുടക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പ്രായോഗിക വഴിയാണ്. വീഡിയോയുടെ അവസാന ഭാഗത്തേക്കെത്തുമ്പോൾ ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വീശുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാസ്തുസംബന്ധമായ അനുഭവങ്ങൾ കമന്റ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് പരിശോധിച്ചു നോക്കൂ. തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളതെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഇന്നുമുതൽ തന്നെ ശ്രമിച്ചു തുടങ്ങുക. വാസ്തുമാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉടൻ തന്നെ വലിയ മാന്ത്രിക വിദ്യകൾ സംഭവിക്കില്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും അതുവഴി നിങ്ങളുടെ സാമ്പത്തിക നിലയിലും വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും അധ്വാനത്തിനും തക്കതായ പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. വീടിന്റെ ഊർജ്ജത്തെ പോസിറ്റീവാക്കി മാറ്റുക. ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ വീട്ടിലേക്കും ഒഴുകിയെത്തും. ഈ വീഡിയോ കണ്ടതിന് നന്ദി.